ഹലോ ഗൈസ്, ഗെയിമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കല്ല ചങ്കമച്ചവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളുടെ ഡിവൈസ് എത്ര ലോ എൻഡ് വേണമെങ്കിലും ആവട്ടെ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ട്രിക്ക് യൂസ് ചെയ്താൽ നിങ്ങളുടെ ലോ എൻഡ് ഡിവൈസിൽ സ്മൂത്തായിട്ട് തന്നെ ഫ്രീ ഫയർ കളിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ട്രിക്കിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ, ഇത് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഡിവൈസിൽ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് ലാഗ് ആവില്ല, ഫ്രീ ഫയർ ഓട്ടോ ബാക്ക് ആവില്ല, അതേപോലെ തന്നെ പിങ്ങും ഫ്രീസിങ് പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടാവില്ല. സ്മൂത്ത് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. സ്മൂത്തായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ ഫ്രീ ഫയർ കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക്, സിമ്പിളായിട്ടുള്ള ഈ ഒരു ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ പറയുന്ന. എല്ലാ സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ 100% ഈ ഒരു ട്രിക്ക് വർക്ക് ആവുന്നതാണ്. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഈ ഒരു കോൺഫിഗ് ഫയൽ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫയലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കോൺഫിഗ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി ഫയലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു ഫയൽ 100% സേഫ് ആണ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫ്രീ ഫയർ ID ഒന്നും ബാൻ ആവാൻ പോകുന്നില്ല. 100% സേഫ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ തന്നെ ഈ ഒരു ഫയൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇത് 100% വർക്കിംഗ് ആണ്. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു ഫയൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഗൈസ്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഞാൻ ഈ ഒരു ചാനലിൽ ഫ്രീ ഫയർ കോൺഫിഗ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാനലിൽ എനിക്ക് ഗരീന പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കോൺഫിഗ് ഫയൽ, ഹെഡ് ഷോട്ട് കോൺഫിഗ് ഫയൽ, ലാഗ് ഫിക്സിങ് കോൺഫിഗ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗരീന പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഈ ഒരു ചാനലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കോൺഫിഗ് ഫയൽ റിലേറ്റഡ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് സബ്സ്ക്രൈബേഴ്സും ചങ്കമച്ചാന്മാരൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് കോൺഫിഗ് ഫയൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ മച്ചാന്മാരെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലാഗ് ഫിക്സിങ് വീഡിയോസ് അല്ലെങ്കിൽ ലാഗ് ഫിക്സിങ് കോൺഫിഗ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്നും ഞാൻ കോൺഫിഗ് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും കാര്യമൊക്കെ ചെയ്താൽ മതി. ഗൈസ്, ഇനി ഈ ഒരു കോൺഫിഗ് ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയതിന് ശേഷം അവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, മീഡിയ ഫയർ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോൺഫിഗ് ഫയൽ ഫസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു കോൺഫിഗ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് ആർച്ചിവർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ സെഡ് ആർച്ചിവർ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. എന്നിട്ട് സെഡ് ആർച്ചിവറിൽ പോയതിന് ശേഷം സിമ്പിളായിട്ട് ഈ ഒരു കോൺഫിഗ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു പാസ്വേഡ് സിമ്പിളായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാകുമ്പോൾ സിമ്പിളായിട്ട് എക്സ്ട്രാക്റ്റ് ആയി കിട്ടുന്നതാണ്. എക്സ്ട്രാക്റ്റ് ആയതിനു ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് മനസ്സിലാക്കുക. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ലാഗ് ഫിക്സിങ് കോൺഫിഗ് ഫയൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം ആ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ നിന്നാൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല രീതിയിൽ കൂടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ എടുത്ത് നിലത്തടിക്കുക. ഗൈസ്, ഇതിലും കിടക്കാച്ച വീഡിയോസുമായി തിരിച്ചു വരുന്നതായിരിക്കും. See you all in my next video. Till then, goodbye.